ഹലോ, ഞാനിപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് റെഡ് സോസ് പാസ്തയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ടു. അപ്പോൾ ബട്ടറിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ബട്ടർ മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ബട്ടറിലേക്ക് ഞാൻ കുറച്ച് ചോപ്ഡ് ഗാർലിക് ഇട്ടു. അപ്പോൾ അതിന് ശേഷം ബട്ടറിലേക്ക് വീണ്ടും നന്നായിട്ട് ഗാർലിക് സോട്ട് ചെയ്തു. ബട്ടറിൽ കുറച്ച് നേരം നന്നായിട്ട് സോട്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ബട്ടറിൽ ഗാർലിക് സോട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് സോട്ടാവണം, എങ്കിലാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട്. അതായത് ബട്ടറും ഗാർലിക്കും ഒരുമിച്ച് കിടന്നിട്ടുള്ള ആ ഒരു നല്ലൊരു സ്മെല്ല്. അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻസ് ഇട്ടു. അപ്പോൾ ബട്ടറും ഗാർലിക്കും ഓണിയനും കൂടി നന്നായിട്ട് സോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബട്ടറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും ഒലീവ് ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഒരു ഫ്ലേവറായിരിക്കും ഈ ഓണിയനും ഗാർലിക്കും ഒക്കെ ബട്ടറിൽ സോട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫ്ലേവറായിരിക്കും. അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പിടുമ്പോഴത്തേനും അതൊന്നും കൂടി നല്ല രീതിയിൽ പെട്ടെന്ന് സോട്ടായിക്കോളും. അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. ഞാൻ ഈയിടെ ഉണ്ടാക്കിയ പാസ്ത എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി എരിവ് മുന്നിൽ നിൽക്കുന്ന ഒരു പാസ്തയാണിത്, റെഡ് സോസ് പാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറിൽ ഗാർലിക്കും അതുപോലെ തന്നെ ഓണിയനും ഇട്ട് കൊടുത്തു. പിന്നെ പെപ്പർ പൗഡറും സാൾട്ടും ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു വലിയ 2 തക്കാളിയും ഒരു ഹാഫ് തക്കാളിയും, അങ്ങനെ 2.5 തക്കാളി ഞാൻ വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതിന് ശേഷം ഞാൻ റെഡ് ചില്ലി പൗഡർ ഇട്ടു. അതിന് ശേഷം ഞാൻ കുറച്ച് ഡ്രൈഡ് ഒറിഗാനോ ഇട്ടു. അപ്പോൾ ഇതിലേക്കിപ്പം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡറും പെപ്പർ പൗഡറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണിത്. അപ്പോൾ ഒറിഗാനോ ഇട്ടപ്പോഴത്തേനും നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങി. അതിന് ശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു പ്രത്യേക ഒരു രസമുള്ളൊരു കളറും കിട്ടും, പിന്നെ നല്ലൊരു ടേസ്റ്റുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി സ്പൈസിന് വേണ്ടിയിട്ട്, കുറച്ചും കൂടി എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് റെഡ് ചില്ലി സോസാണ്. എൻ്റെ കയ്യിലിപ്പോൾ റെഡ് ചില്ലി സോസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസ് ചേർത്തു. റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ, വത്തൽമുളക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിട്ടാലും മതി. പിന്നെ ഞാൻ ഒരുപാട് മോൾക്കും കൂടെ കഴിക്കുന്നത് കൊണ്ട് ഓവർ എരിവാക്കണ്ടെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പെപ്പർ പൗഡറും ചില്ലി പൗഡറും ചേർത്തല്ലോ. പിന്നീട് ഞാൻ ലാസ്റ്റ് ബോയിൽ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ പാസ്ത അതിൽ കുറച്ച് കൂടുതൽ നേരം കിടക്കട്ടെ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒറിഗാനോ ചേർത്തു. അപ്പോൾ ഈ ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴത്തേനും നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചോപ്ഡ് കൊറിയാൻഡർ ലീഫ് ചേർത്തു.
അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇളക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റെഡ് സോസ് പാസ്ത റെസിപ്പി. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഞാൻ അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ മുതിർന്നവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്പൈസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് എരിവുണ്ട്. വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുമ്പോൾ അത്ര എരിവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.